KSRTC രക്ഷപ്പെടുത്താനായി ഇനി പുതിയ ഇലക്ട്രിക് ബസ് വാങ്ങില്ല. നിലവിലെ ഇലക്ട്രിക് ബസ്സുകൾ 10 രൂപ ടിക്കറ്റ് നൽകി ഓടിക്കാനാകില്ല എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ആദായകരമല്ലാത്ത റൂട്ടുകൾ ഒഴിവാക്കാനും തീരുമാനിച്ചു. പർച്ചേസിലും ഡീസൽ അടിക്കുന്നതിലും വരെ അഴിമതി സംശയിച്ച് ഗതാഗത മന്ത്രി ആംബുലൻസുകൾക്ക് താരിഫ് നിർണ്ണയിക്കാനും ഗതാഗത വകുപ്പ് തീരുമാനിച്ചു. KSRTCയെ രക്ഷിക്കാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് കൊടിയുടെ നിറഭേദമില്ലാതെ തൊഴിലാളി യൂണിയനുകൾ പിന്തുണ പ്രഖ്യാപിച്ചു. വരുമാന ചോർച്ച ഒഴിവാക്കുകയാണ് ലക്ഷ്യം. അതിനായി ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് നടപ്പാക്കിയ ഇലക്ട്രിക് ബസ് സർവീസിലടക്കം മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇനി പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിന്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? എന്തുകൊണ്ടെന്നാൽ ഗതാഗത മന്ത്രിയുടെ സാമ്പത്തിക ശാസ്ത്രം ഇതാണ്. ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ 24 ലക്ഷം രൂപ കൊടുത്താൽ ഇതിന് 1 കോടി രൂപ കൊടുക്കണം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് 4 വണ്ടി വാങ്ങിക്കാം. അപ്പോൾ നാട്ടിൽ ഇഷ്ടംപോലെ വണ്ടി കാണും. അതാകുമ്പോൾ മലയോര പ്രദേശം ഇതിപ്പോൾ നമുക്ക് ഒന്നോടിക്ക് പോകാൻ പറ്റുമോ? ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ 10 രൂപ ടിക്കറ്റ് നിരക്കിൽ ഇലക്ട്രിക് ബസ്സിൽ യാത്ര ചെയ്യാം. ഇനി സർവീസ് എണ്ണം കുറയ്ക്കും, നിരക്ക് കൂട്ടും. ഇത് 10 രൂപ വാങ്ങിച്ച് മുന്നിൽ പോകുമ്പോൾ പഴയ KSRTC ബസ് പുറകെ പോകുന്നുണ്ട്. അതിന് ഈ 10 രൂപയുടെ റേറ്റ് അല്ല. അതിൻ്റെ പുറകിൽ പ്രൈവറ്റ് ബസ്സുകാരൻ വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും വയറ്റത്തടിച്ചു, ഓട്ടോറിക്ഷക്കാരുടെയും വയറ്റ്. വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകളുടെ കാലാവധിയിലും ഗതാഗത മന്ത്രി സംശയം പ്രകടിപ്പിക്കുന്നു. ഇത് എത്ര നാൾ പോകും എന്നുള്ള കാര്യം അവർക്ക് ഉണ്ടാക്കിയവർക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ദൈവം തമ്പുരാന് മാത്രമേ അറിയാവൂ എന്നാണ് യാഥാർത്ഥ്യം. കേരളത്തിലാകെയുള്ള ആദായകരമല്ലാത്ത KSRTC റൂട്ടുകൾ വിശദമായി പരിശോധിച്ച് ഒഴിവാക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലെടുത്ത തീരുമാനങ്ങൾ പോലും KSRTCയിൽ നടപ്പാക്കിയില്ലെന്ന് KB ഗണേഷ് കുമാറിന്റെ ഒളിയമ്പ് പതിക്കുന്നത് ആന്റണി രാജുവിന് നേരെയാണ്. KSRTCയിലെ അഴിമതി തടയാൻ പർച്ചേസ് 3 മാസത്തേക്ക് മാത്രമാക്കുകയും അവയെല്ലാം സോഫ്റ്റ്വെയർ മുഖേന ആക്കുകയും ചെയ്യും. ഡീസൽ അടിക്കുന്നതിലടക്കം ഗതാഗത മന്ത്രി അഴിമതി സംശയിക്കുന്നു. നോക്കുമ്പോൾ അല്ലേ അറിയാക്കൂ, സംശയം ഇല്ലാതില്ല. കൊണ്ടടിക്കുന്നതിലാണ് കുഴപ്പം, പുറത്തേക്ക് പോകുന്നതിനാണ് കുഴപ്പമൊന്നും നമുക്ക് പറയാറായിട്ടില്ല. KSRTC ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം 5-ാം തീയതിക്ക് മുൻപ് നൽകുമെന്നും സർക്കാർ ഉറപ്പ് നൽകുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.